കാണിക്കുന്നു? ഞാൻ അപ്പോഴേ പറഞ്ഞ ആരുടെങ്കിലും വഴി വയ്ക്കാം. ഉണ്ടായിരുന്നു നോക്കട്ടെ. എന്തിനാ കിടന്ന് അമർന്ന്? ഉറക്കം പറഞ്ഞാൽ ഒരു ഗുമ്മുള്ളു. ഈ പഞ്ചായത്ത് ഫുള്ള് കേട്ടു. ആ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. 200 മീറ്റർ ഉള്ളൂ. ഉറപ്പാണോ? ഞാൻ വീണ്ടും പെണ്ണാണാൻ പോയെന്ന്. ആര്? അനീഷ? അനീഷ് നീ ഒന്ന് വിളിയേ. അങ്ങനെ അവൻ മാത്രം അങ്ങനെ പെണ്ണ് കെട്ടി പോയാൽ ശരിയാവും. അത് ശരിയാ, ഒന്ന് വിളിക്കാം. അതിന്റെ ഇടയ്ക്ക് വിളിക്കുന്നു. കട്ടാക്കുന്നു. വിളി വിളി ഒന്നുകൂടെ വിളിച്ചു നോക്കൂ. ബിസി. അതെ അവര് വിളിക്കുന്നു. ഹലോ, ലൊക്കേഷൻ അയച്ചു കിട്ടിയായിരുന്നു? ആ ലൊക്കേഷൻ കിട്ടി അങ്ങോട്ട് വരിക. ആ ശരി ശരി ശരി, വാ വാ വാ. ആ ശ്ലോകം അങ്ങോട്ടൊന്ന് ഇട്ടേ. नमस्तेस्तु महामाये श्रीपीठे सुरपूजिते शङ्खचक्रगदाहस्ते महालक्ष्मी नमोऽस्तुते नमस्ते गरुडारूढे. ഫോണിന്റെ റിംഗ്ടോണാണ് ഗുരുജി. എന്താ തിരുമേനി? വാസുവേ, അവിടെ ഇരിക്കുന്ന പഴം കൊടുത്തോളൂ. തിരുമേനി ബാക്കി പഴമൊക്കെ എവിടെയോ? ഞാൻ 2 കഴിച്ചോളൂ. താൻ വിഴുങ്ങിയോ? എത്തി എത്തി. ആ വാ വാ. വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഇല്ല കുഴപ്പമില്ല. ഓ എന്താ പറയാനാ, പെണ്ണിന്റെ അച്ഛൻ പൊട്ടം വഴി പറഞ്ഞതോ കാട്ടി ചെന്ന് കയറി. ആ വിളിക്കാം. നമ്മുടെ ചെറുക്കൻ. ഇത് ചെറുക്കൻ, ഇതവന്റെ അമ്മാവൻ, അതവന്റെ കൂട്ടുകാരൻ, ഇത് ഞാൻ. നമ്മുടെ വസ്തു എല്ലാം കൂടെ എത്ര ഏക്കർ വരും? ഏക്കറ ഒന്നും ഉണ്ടായിരിക്കും. ഞാൻ അങ്ങോട്ട് വിളിക്കാതെ നമുക്ക് വിഷയത്തിലേക്ക് പോവാം. മോൻ എവിടെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു? എനിക്ക് ബിസിനസ്സാ. ഞാൻ വിളിക്കാം. പുല്ലം കട്ട് ചെയ്യുന്നു. ഉറപ്പിച്ചാണ് മിക്കവാറും. ആ പെണ്ണിന്റെ അപ്പൻ എന്താ പണി? സ്വാമി വൈകുണ്ഠാനന്ദ. ഹലോ. ഹലോ. വൈകുണ്ഠാനന്ദനാണ്. എന്താ പറഞ്ഞോളൂ. ആ സ്വാമി, ചെറുക്കന്റെ തൂക്ക് ക്രിക്കറ്റയും പെണ്ണിന്റെ പുണർന്നോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കേശുവേ, ആ ബുക്ക് ഇങ്ങോട്ടോളൂ. ഇതെന്താണോ? ഫേസ്ബുക്ക്. ഇതല്ലടോ, മറ്റേ ബുക്കാണോ എടുക്കാൻ പറഞ്ഞത്? മരം വേണ്ട. തൃക്കേട്ടയും പുണർതവും ഇല്ലേ? ഒരു സംഖ്യ അങ്ങോട്ട് പറഞ്ഞോളൂ. 9. തന്നോടല്ലോ പറഞ്ഞത്. ഇരട്ട സംഖ്യ അല്ല, ഒറ്റ സംഖ്യ അങ്ങോട്ട് പറഞ്ഞോളൂ. 3. ആ
ചെറുക്കന്റെ തൂക്കേട്ടയ്ക്കാണല്ലോ പ്രശ്നം. ഓ, അല്ല തൃക്കേട്ടയ്ക്ക് ആ പ്രശ്നം. ആ രാഹുവിന്റെയും കേതുവിന്റെയും അപകാരമുണ്ട്. അവരാണോ? അപരാധമല്ലടോ, അപകാരം. രാഹുവിന്റെയും കേതുവിന്റെയും അപകാരത്തെ പറ്റി തനിക്കറിയുമോ? കേട്ടിട്ടുണ്ടാകും. ഇല്ല. എന്നാ എന്റെ വായിന്ന് കേൾക്കാതെ പറയുന്ന അങ്ങോട്ട് കേട്ടോളൂ. കല്യാണം അങ്ങോട്ട് തീരുമാനിച്ചോ? പെണ്ണ് വന്ന് കണ്ടിട്ട് തീരുമാനിക്കും സ്വാമി. പെണ്ണ് പോലും കാണാതാണല്ലോ പൊരുത്തവും പിടിച്ചോണ്ട് വന്നത്. പെണ്ണ് ചെന്ന് കണ്ട് ഉറപ്പിച്ചാൽ മാത്രം ആ ഗ്രഹനിലയായിട്ട് ഇങ്ങോട്ട് വന്നോളൂ. ആയിക്കോട്ടെ. വരുമ്പം കുറച്ച് പലഹാരം പൊതിഞ്ഞ് കൊണ്ടുപോരെ. ആ ദിവസം ഇവിടെ പെണ്ണി പുള്ളിയുടെ ഒരു ഫ്രണ്ടാ. ആ കേട്ടാലും അല്ലേ ഐറ്റം വന്നില്ലേ? പെണ്ണ് വന്നില്ലേ? അങ്ങോട്ടേക്ക് വാ. മോളെ പേരെന്തുവാ? സ്വാതി. പെണ്ണിന്റെ ശബ്ദം അത്ര പോരല്ലേ? എനിക്ക് ചെവി കേട്ടുകൂടാ. വന്നപ്പോ തൊട്ട് അവിടെ ചലിക്കുകയാണല്ലേ. ഒറ്റ മോളെ നീ വാ മോളെ. ചെറുക്കന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ശമ്പളമൊക്കെ ഉണ്ടോ? ഈ കല്യാണമൊക്കെ നടക്കുമ്പോഴേ ചെറുക്കന് നല്ലൊരു ജോലി ഉണ്ടാവുന്നതല്ലേ ഒരു നാട്ടിടക്കും അല്ലേ? അല്ല ഇപ്പൊ സാധിപ്പ് എന്ത് ചെയ്യുന്നു? അവക്ക് ജോലിയൊന്നും ഇല്ല. അതൊരു മികച്ച ചെന്നൈയിൽ എനിക്ക് ജോലി കിട്ടിയതാ. എന്താ വിടാത്തത്? അത്രയും ദൂരത്തൊക്കെ എങ്ങനെയാ വിടുന്നത്? സാധ്യത അടുത്തൊന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചാൽ കൊള്ളായിരുന്നു. എന്നാ വാ. നമ്മളെന്തൊരു ഇരുന്നാൽ മതി. അവനും പെണ്ണ് കിട്ടി. ഈ ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്. നാളെ അവളെ കാണാൻ പോകണ്ട. അത് ഓക്കെ. അവിടെ വൈകിട്ട് വന്നാലും വിളിച്ചാൽ അടിപൊളി. നീ പെണ്ണ് കിട്ടുന്നു. നീ കിട്ടുന്നു. നിനക്ക് പെണ്ണുണ്ടോ? നിനക്കുണ്ടോ? പിന്നെ ഉണ്ടായി. ആദ്യം ഒരു അറേഞ്ച് മാരേജിന് എനിക്ക് താല്പര്യമില്ലായിരുന്നു. റിലേഷൻഷിപ്പ് ഒക്കെ അതായിരുന്നു എനിക്ക് ഒരു താല്പര്യം. പിന്നെ എന്തുണ്ടാക്കാൻ ഇങ്ങോട്ട് വന്നേ? എനിക്ക് അറേഞ്ച് മാരേജിന്റെ സർപ്രൈസ് എനിക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ട്. ഇപ്പോഴും പിന്നെ അല്ല കാണിച്ചു നോക്കി നോക്കി ഇത് ഇന്നലെ പോയത്. ഇത് കണ്ടോ? കൊള്ളാം. ഒന്നും വേണ്ടായിരുന്നു. ഞാൻ ഹലോ എന്തായി? പെണ്ണങ്ങനെ ഉണ്ട്? വിളിച്ചിട്ട് പോടാ. വെച്ചിട്ട് പോടാന്ന്. ആഹാ. ഞാൻ കൂടെ ഒരു 2-2.5 ഏക്കർ വരും. ഞാൻ പോയ സ്വർണത്തിന്റെ കാര്യം കൂടെ ഏർപ്പാടാക്കട്ടെ. ഇനിയിപ്പം മഴയൊക്കെ ഉണ്ടല്ലേ. നമുക്ക് പോവാം. അപ്പൊ അങ്ങനെ സ്വർണത്തിന്റെ കാര്യമൊക്കെ ഒട്ടും കുറയ്ക്കുന്നില്ല. 50 പോലെ 55 ഒരു തരം. 63 തരാം. ഫിക്സ്. എന്നാ 60. എന്തുവാണ് ഈ കാണിച്ചത്? ഇവിടെ എന്താ ചർച്ച? ഇവിടെ എല്ലാരും കൂടി 60 പറയാം. നോ, കല്യാണം വെറും കച്ചവടമാക്കി മാറ്റാൻ എന്നെ കിട്ടും. സോറി ഡാഡി. സിവിക്ക് വലിച്ചു. സിവിക്കോ? ഈ സ്വർണത്തിന്റെ കൂടെ ഹോണ്ട സിവിക്ക് ഉണ്ടായിരുന്നു. സിവിക്കോ? 2011. നല്ല സ്വാതി. സിവിക്കാണെങ്കിൽ നമുക്കൊന്നും ആലോചിച്ചാൽ. ഹോട്ടലിൽ മാറി. ഓക്കെ ബൈ. ആണോ? 32ാമത്തെ മൂഞ്ചി കേട്ടോ. ഹലോ, എന്തായാളിയാ? പാണ്ടി ചെറുമ്പറ പൊന്നാര മോനെ മതിയോ നിനക്ക്? നീ ആദ്യം വിളിച്ചപ്പോൾ എനിക്കറിയാം ഉമ്പാവ അമ്പലാമ്പലാവത്തേ ഉള്ളത്. പെണ്ണും പോയി കാറും പോയി. ഒന്ന് വെച്ചിട്ട് പോടാ. വരുന്നുണ്ടേ നിന്നെ കാണാൻ.